ശ്രീകുട്ടൻ ഈ ക്ലാസിന്റെ ഐശ്വര്യം. വോട്ട് ചെയ്യൂ നമ്മുടെ ശ്രീകുട്ടന്. പിള്ളേരുടെ പരിപാടിയാണ്. കാഞ്ഞ ബുദ്ധിയാണ് അവന്മാർക്ക്. ഇലക്ഷന് പ്രചരണമൊക്കെ ഉണ്ട്. അവന്മാര് കുറച്ച് നന്നായിട്ടുണ്ട് സാറേ. അവന്മാരൊക്കെ എവിടെ നിന്നാവനെ? ഇതൊക്കെ അവന്മാരുടായി പഠിച്ചു. അങ്ങനെയൊന്നും അല്ല സാറേ, അവന്മാർക്ക് ഇപ്പൊ നല്ല ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ട് എന്താ ക്ലാസ്സിന് ഇപ്പൊ കുറച്ച് അടക്കം ചിട്ടൊക്കെ ഇല്ലേ? അതൊക്കെ ഈ ഇലക്ഷൻ കഴിയുന്നവരെ കാണും. ഈ പോക്കാണെങ്കിൽ ചെറുക്കെ ഇലക്ഷൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പിള്ളേരാണ് സാറേ. നാളെയും കൂടെ അല്ലേ ഉള്ളൂ. എന്തെങ്കിലും കാണിച്ചാൽ ജയിക്കണേ, ജയിക്കട്ടെ. ലീഡറായിട്ട് എല്ലാം കൂടെ എടുത്ത് മറച്ചു വെക്കുമെന്തോ. ജയിക്കൂ? എടി എന്തിനു പേടിക്കുന്നു? നമ്മളല്ലേ, നമ്മളെ ജയിക്കൂ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നല്ല പണിയാണ്. ഞാൻ ആലോചിച്ചപ്പോഴേ ഈ ക്ലാസ് ലീഡർ ഇലക്ഷന് ആൺകുട്ടികൾ മാത്രം നിന്നാൽ മതിയോ? അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥാനാർത്ഥി കൂടെ ഉണ്ട്. മീനാക്ഷി. ഒരു ഭാഗത്ത് സുമിത്ര, മറുഭാഗത്ത് ഇന്ദു. എല്ലാം കൈയിട്ട് പോയാണല്ലോ കൃഷ്ണ. എന്നാലും മീനാക്ഷി. യുദ്ധത്തിലും പ്രണയത്തിലും നിയമങ്ങളൊന്നുമില്ല. പൊരുതണം, പൊരുതി ജയിക്കണം. പ്രവാചനമൊക്കെ തുടങ്ങി. പ്രവാചനം അല്ലടേ, പ്രചരണം. എന്തരായാലും ഡേയ് ഇന്നും കൂടെ ഉള്ളൂ. ആഞ്ഞ് പിടിച്ചാ പറ്റൂ. കേട്ടല്ലേ? ആ, നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്നാലും വേ, മീനാക്ഷി ജയിച്ചാൽ എല്ലാം നന്നാവും. വോട്ട് ഫോർ മീനാക്ഷി. ആഹാ, എന്തൊക്കെ നന്നാവുന്ന ലിസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് മാറി. എങ്ങനെയാലും വോട്ട് പിടിച്ചേ പറ്റൂ. പണിക്കോളും. എടാ പിന്നെ നമുക്ക് അമ്പാടി ഇന്ന് ആബ്സെന്റ്. അതിപ്പോ നന്നായല്ലോ. നാളെ ശ്രീകുട്ടൻ്റെ ഉറപ്പായിട്ട് വോട്ട്. എടാ അത് മീനാക്ഷി നിൽക്കുമ്പോ അതുകൊണ്ട് നോക്കാം. അങ്ങനായ എന്തോന്നല്ലേ ഇത് അളിയ? നാളത്തെ കാര്യം നാളെ തരി. നാളെ ഇലക്ഷൻ എനിക്ക് തന്നെ വോട്ട് ചെയ്യില്ലേ? നോക്കാം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് അസംബ്ലി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യൂ? ഡേയ് നമ്മൾ എന്തായാലും ജയിക്കും. ഡേയ് എന്ന് വരുന്ന ആ പോങ്ങൻ അമ്പാടി വന്നില്ലല്ലോ. മണ്ടൻ. എടാ ശ്രീകുട്ടാ, തീർന്നടാ, തീർന്നു. ഇന്ന് നടന്ന ഉപജില്ലാ ക്വിസ് മത്സരത്തിൽ KR നാരായണൻ സ്കൂളിനെ പ്രതിനിധീകരിച്ച അമ്പാടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിവരം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അമ്പാടിക്ക് ജയ്!
ഇങ്ങനെ ഡെസ്പാവല്ലേ? അതോടാ. ഇക്കാരോടോ ഫോണിൽ പറയുന്ന കേട്ടതാ. അതായത് ഈ സങ്കടം വരുമ്പോ പറയുന്ന കാര്യം. ഓ ശ്രീകുട്ടാ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ, ചിലപ്പോ ജയിച്ചാലേ. ഇല്ലടാ, അമ്പാടിയുടെ ഗോൾഡ് മെഡലിന്റെ അത്രയൊന്നും നമുക്ക് എത്താൻ പറ്റൂല. ഇന്ന് തന്നെ ഉണ്ടില്ലേ കൈയടിയും ഓൻ്റെ അമ്മൂമ്മയുടെ ജയവിളി. ഓ, ഞാൻ ജയ വിളിച്ചില്ലായിരുന്നു, നീ അങ്ങ് ജയിച്ച് മലത്തിയാന്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗോൾഡ് മെഡൽ അടി. അത് ഗോൾഡ് ഒന്നല്ല, പെയിന്റ് ആണ്. ഒരു ദിവസം ഉണ്ടെങ്കിൽ തെളിയിക്കായിരുന്നു. ഇനി ഒരു ദിവസം ഇല്ലല്ലോ. ഞാൻ നാളെ ഇല്ലടേ. ശ്രീകുട്ടാ, നാളെ മര്യാദയ്ക്ക് സ്കൂളിൽ വന്നോണം കേട്ടല്ലോ. അത് സാറേ. ഒന്നും പറയണ്ട. എടാ, നീ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനാവാതെ. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും, അപ്പോൾ അതിനെ ഫേസ് ചെയ്യണം. അല്ലാതെ ഒളിച്ചോടുകയല്ല വേണ്ടത്. അങ്ങനെ ഓടിയാൽ പിന്നെ അതിനെ നിനക്ക് സമയം ഉണ്ടാവും. അത് നിനക്ക് വഴിയെ മനസ്സിലാവും കേട്ടാ. അപ്പോൾ ഇനി കൂടുതൽ വർത്താനമൊന്നുമില്ല. നാളെ എല്ലാവരും കൃത്യസമയത്ത് ക്ലാസ്സിലുണ്ടാവണം കേട്ടല്ലോ. കേട്ടാന്ന് ദാ വരണ്. ഭീരുവെന്നും മരിക്കും, പക്ഷേ ധീരന്റെ മരണം ഒരിക്കൽ മാത്രം. സുമ്മാ. ശരി സാർ. ആ CP സാറേ, ആ വിളിക്കാനുള്ളവരുടെ ഗസ്റ്റ് ലിസ്റ്റ് ആണ്. ഓക്കെ ആണോ എന്ന് നോക്കൂ. ഇപ്പോൾ ഉറപ്പിക്കണ്ട, ഞാൻ പിന്നെ വെരിഫൈ ചെയ്ത് പറയാം. സാറേ ഒന്ന് പെട്ടെന്നാക്കണേ, നോട്ടീസ് അടിക്കാൻ കൊടുക്കാനുള്ളതാണ്. ഓ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ സാറേ. സാറേ, നമുക്ക് പിള്ളേരെ എന്തെങ്കിലും ഒരു പരിപാടി വയ്ക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അത് വേണം, പക്ഷെ ക്ലാസ് ഒരു നോട്ടീസ് വായിച്ച് ഇയാൾ നടക്കണ്ട. പിള്ളേരുടെ ലിസ്റ്റൊക്കെ ഞാൻ തരാം. ഓ ശരി സാറേ. എന്താണ് വിജയ, പറഞ്ഞുവിടാൻ ധൃതിയായല്ലേ? അല്ല സാറേ, പരിപാടി ഗംഭീരമാവണമെന്നാണ് ഉദ്ദേശിച്ചത്. ഗംഭീരാക്കണം.